നമസ്കാരം, ഏവർക്കും സ്റ്റഡി നിഫ്റ്റി മലയാളത്തിന്റെ ഡെയിലി മാർക്കറ്റ് ന്യൂസിലേക്ക് സ്വാഗതം. ഇന്ന് ജനുവരി 22 ബുധനാഴ്ചയാണ്. ഇന്നലെ നമുക്ക് ഇന്ത്യൻ വിപണിയിൽ ഉണ്ടായത് ഒരു വലിയ ഇടിവിന്റെ ദിവസം തന്നെയായിരുന്നു. 23,000-ന് താഴെ ജൂൺ 7-ന് ശേഷം ഇതാദ്യമായി നിഫ്റ്റി എത്തി. റെക്കോർഡ് ഹൈയിൽ നിന്നും ഏകദേശം 12% നിഫ്റ്റി ഇപ്പോൾ ഇടിഞ്ഞിരിക്കുന്നത്. ഇന്ത്യ വിക്സ് ഇന്നലെ 4%-ന് മുകളിൽ നേട്ടത്തിലാണ് ക്ലോസ് ചെയ്യുന്നത്. ഫോറിൻ പോർട്ട്ഫോളിയോ ഇൻവെസ്റ്റേഴ്സിന്റെ സെല്ലിംഗ് തുടരുന്നു. അതൊരു ആശങ്ക തന്നെയാണ്. US താരിഫ് നയങ്ങളിലെ ആശങ്കയാണ് ഇന്നലത്തെ ഇടിവിന് പ്രധാനപ്പെട്ട കാരണമായത്. US മാർക്കറ്റിലേക്ക് വരാം. US പ്രസിഡന്റ് എന്ന നിലയിൽ ഡൊണാൾഡ് ട്രംപിന്റെ ആദ്യ പ്രവർത്തനങ്ങൾ നിക്ഷേപകർ വിലയിരുത്തിയതിനാൽ വാൾസ്ട്രീറ്റിലെ പ്രധാന സൂചികകൾ ചൊവ്വാഴ്ച ഉയർന്നു. ഡൗ ജോൺസ് 1.24% നേട്ടത്തിലും, S&P 500 0.88% നേട്ടത്തിലും, നാസ്ഡാക്ക് 0.64% നേട്ടത്തിലുമാണ് ഇന്നലെ ക്ലോസ് ചെയ്യുന്നത്. ട്രംപ് മുൻപ് വാഗ്ദാനം ചെയ്തതുപോലെ സാർവത്രികമായ താരിഫുകളും അടുത്ത വ്യാപാരി പങ്കാളികളുടെ അധിക സർചാർജുകളും സംബന്ധിച്ച് വ്യക്തത ഇപ്പോഴും പദ്ധതികളിൽ വന്നിട്ടില്ല. എന്നാൽ ഫെബ്രുവരി 1-ന് തന്നെ കാനഡ, മെക്സിക്കോ, ചൈന തുടങ്ങിയ രാജ്യങ്ങളിലെ ഉൽപ്പന്നങ്ങൾക്ക് തീരുവ ചുമത്തുന്നതിനെ കുറിച്ച് ചിന്തിക്കുന്നതായി അദ്ദേഹം പറഞ്ഞു. US-ൽ ഇന്നലെ പ്രധാനപ്പെട്ട ഇൻഡെക്സുകളെല്ലാം നേട്ടമുണ്ടാക്കിയപ്പോൾ സ്മോൾ ക്യാപ് ഇൻഡെക്സ് ആണ് കൂടുതൽ നേട്ടമുണ്ടാക്കിയത്. റസൽ 2000 1.85% ഉയർന്നു. വിതരണ ശൃംഖലകൾ കാരണം താരിഫുകൾ ബാധിക്കും എന്നതുകൊണ്ട് തന്നെ ഫോർഡിന്റെ സ്റ്റോക്ക് ഇന്നലെ 2.5% ഉയർന്നു. ജനറൽ മോട്ടോഴ്സ് 5.7% നേട്ടത്തിലുമാണ് ക്ലോസ് ചെയ്യുന്നത്. US-ൽ ലിസ്റ്റ് ചെയ്ത ഇന്ത്യൻ കമ്പനികളുടെ പ്രകടനം നോക്കുകയാണെങ്കിൽ ഇൻഫോസിസ് 0.19% ഇടിവിലായിരുന്നു. വിപ്രോ 2.33% നേട്ടത്തിലും, ICICI ബാങ്ക് 1.95% ഇടിഞ്ഞപ്പോൾ HDFC ബാങ്ക് 0.79% നേട്ടത്തിൽ ക്ലോസ് ചെയ്തു. ഡോക്ടർ റെഡ്ഡി 0.67% ഇടിഞ്ഞു. റിലയൻസ് ഇൻഡസ്ട്രീസ് 3.38% ഇടിഞ്ഞത്. യൂറോപ്യൻ മാർക്കറ്റുകളും ഇന്നലെ നേട്ടത്തിൽ തന്നെയാണ് ക്ലോസ് ചെയ്തത്. ട്രംപിന്റെ ഭരണത്തിൽ ഇപ്പോൾ ഫോക്കസിലുള്ള ബിറ്റ്കോയിൻ $106,000 മുകളിലായിട്ട് ഇപ്പോൾ ട്രേഡ് ചെയ്യുന്നു. സ്പോട്ട് ഗോൾഡ് 1% ഉയർന്നു. ഇപ്പോഴത്തെ ഗോൾഡ് പ്രൈസ് കേരളത്തിലുള്ളത് 59,800 രൂപയാണ്. ഇന്ന് നമ്മൾ ഫോക്കസിൽ വെക്കേണ്ട കുറച്ച് വാർത്തകളും അതുമായി ബന്ധപ്പെട്ട കുറച്ച് സ്റ്റോക്ക് ന്യൂസുകൾ, ഇന്നത്തെ നിഫ്റ്റിയുടെയും ബാങ്ക് നിഫ്റ്റിയുടെയും ലെവലുകൾ, ഇതൊക്കെയാണ് നമ്മൾ ഇവിടെ ഡിസ്കസ് ചെയ്തു പോകുന്നത്. അപ്പോൾ വീഡിയോ അവസാനം വരെയും കാണാൻ ശ്രമിക്കുക. കൂടാതെ രാവിലെ 9 മണി മുതൽ 3:30 വരെ നമ്മുടെ എല്ലാ എഡ്യൂക്കേഷൻ വ്യൂസും നമ്മുടെ പെയ്ഡ് എഡ്യൂക്കേഷൻ ടെലഗ്രാം ചാനലിലാണ് നമ്മൾ നൽകാറുള്ളത്. അപ്പോൾ ആർക്കെങ്കിലും ആ ടെലഗ്രാം ചാനലിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ തൊട്ട് മുകളിൽ നമ്മൾ ഇവിടെ കൊടുത്തിരിക്കുന്ന വാട്സപ്പ് നമ്പറിൽ ഞങ്ങൾക്ക് മെസ്സേജ് അയച്ച് ആ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാവുന്നതാണ്. ഇനി ഇന്നത്തെ നമ്മുടെ വീഡിയോയുടെ ലൈക്ക് ടാർഗറ്റ് 200 ലൈക്കുകൾ തന്നെയാണ്. എല്ലാ സുഹൃത്തുക്കളും ലൈക്ക് ചെയ്യുന്നു എന്ന് പ്രതീക്ഷിക്കുന്നു. ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നു പോയിട്ടുണ്ടെങ്കിൽ ദയവ് ചെയ്ത് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തതായി സൊമാറ്റോയുമായി ബന്ധപ്പെട്ട ഒരു വാർത്തയിലേക്കാണ്. ഹ്രസ്വകാല വെല്ലുവിളികൾക്കിടയിലും സൊമാറ്റോയുടെ ദീർഘകാല വളർച്ചാ സാധ്യത ശക്തമായി തുടരുന്നു എന്ന് ബ്രോക്കേജസ് സൂചിപ്പിക്കുന്നു. സൊമാറ്റോയുടെ ഓഹരികൾ ഇന്നലെയും വലിയ ഒരു ഡിപ്പിലേക്കാണ് പോയത്. ഏകദേശം 10%-ന് മുകളിൽ ഇന്നലെ ഇടിഞ്ഞ് 214.65 എന്ന നിലയിലാണ് ക്ലോസ് ചെയ്യുന്നത്. ഇന്നലത്തെ പ്രീ മാർക്കറ്റ് വീഡിയോയിൽ നമ്മൾ സൊമാറ്റോയുടെ റിസൾട്ട് പറഞ്ഞതാണ്. നെറ്റ് പ്രോഫിറ്റിലെ വലിയ ഇടിവ് സ്റ്റോക്കിനെ സംബന്ധിച്ച് നെഗറ്റീവായിട്ടുള്ള ഒരു കാര്യമാണ് എന്ന് പറഞ്ഞിരുന്നു. നെറ്റ് പ്രോഫിറ്റിൽ ഇയർ ഓൺ ഇയറിൽ 57%-ന്റെ ഇടിവ് വരാനുള്ള പ്രധാനപ്പെട്ട കാരണം വിപുലീകരണ ചെലവുകൾ തന്നെയാണ്. വിദഗ്ധരുടെ അഭിപ്രായ പ്രകാരം കൂടാതെ സ്റ്റോക്കിന്റെ താൽക്കാലികമായി കാണുന്നു. ദീർഘകാല വളർച്ചാ സാധ്യതയാണ് സ്റ്റോക്കിനെ സംബന്ധിച്ചുള്ളത്. 255 രൂപ സ്റ്റോക്കിൽ ടാർഗറ്റായി കാണുന്നു. റീറ്റെയിൽ, ഗ്രോസറി, ഇ കൊമേഴ്സ് എന്നിവയിലെ നല്ല അവസരങ്ങൾ വിദഗ്ധർ എടുത്തു കാണിക്കുന്നു. ഈ ഒരു വാർത്തയുടെ അടിസ്ഥാനത്തിൽ മാത്രം ആരും ഈ സ്റ്റോക്ക് വാങ്ങിക്കാതിരിക്കുക. കൃത്യമായി തന്നെ സ്റ്റോക്കിനെ കുറിച്ചും അതിന്റെ ഫണ്ടമെന്റൽസും ടെക്നിക്കൽസിനെ കുറിച്ചും ഒക്കെ പഠിച്ചതിന് ശേഷം മാത്രം സ്റ്റോക്കിൽ എൻട്രി എടുക്കാൻ ശ്രമിക്കുക. സൊമാറ്റോയുടെ ആ ഒരു ചാർട്ടിലേക്ക് വന്നാൽ ഇപ്പോൾ പൊതുവിൽ വീക്കായിട്ട് തന്നെയാണ് സ്റ്റോക്ക് കാണപ്പെടുന്നത്. വീക്ക്ലിയിൽ ആവറേജ് വോളിയത്തേക്കാൾ കൂടുതൽ ബീറിഷ് വോളിയമാണ് ഇപ്പോഴും ഉള്ളത്. ഇത് നെഗറ്റീവായിട്ടുള്ള ഒരു ഫാക്ടർ തന്നെയാണ്. ഇനി ഡൗൺ സൈഡിൽ നമുക്ക് കാണാൻ കഴിയുന്ന പ്രധാനപ്പെട്ട ഒരു സപ്പോർട്ട് 181 രൂപയും അപ്സൈഡിൽ 251 രൂപയും ഒരു റെസിസ്റ്റൻസ് ആവാനുമുള്ള സാധ്യതയാണുള്ളത്. അടുത്തതായി പുറത്തു വന്ന പ്രധാനപ്പെട്ട കുറച്ച് കമ്പനികളുടെ റിസൾട്ടുകളിലേക്കാണ്. ആദ്യം ഇന്ത്യ സിമൻസ് എന്ന കമ്പനി. നെറ്റ് ലോസ് ഇപ്പോൾ കഴിഞ്ഞ ഇയറുമായി കമ്പയർ ചെയ്യുമ്പോൾ ഉയർന്നിരിക്കുകയാണ്. 428.8 കോടി രൂപയിലാണ് ഇപ്പോഴത്തെ ലോസ് ഉള്ളത്. കഴിഞ്ഞ വർഷം ഇതേ കാലയളവിൽ 16.5 കോടി രൂപ നഷ്ടത്തിലായിരുന്നു കമ്പനി ഉണ്ടായിരുന്നത്. റവന്യൂവിലും 16.5%-ന്റെ ഇടിവാണ് ഇയർ ഓൺ ഇയറിൽ വന്നത്. അടുത്തത് ഡാൽമിയ ഭാരതാണ്.
നെറ്റ് പ്രോഫിറ്റിൽ 75.2% ഒരു ഇടിവാണ് സംഭവിച്ചിരിക്കുന്നത്. 66 കോടി രൂപയിലാണ് നെറ്റ് പ്രോഫിറ്റ് ഉള്ളത്. റവന്യൂയിൽ 11.7% ഇടിവാണ് രേഖപ്പെടുത്തിയത്. എബിറ്റയിൽ 34.4% ഇടിവും രേഖപ്പെടുത്തി. അടുത്തത് ടാറ്റ ടെക്നോളജീസ് ആണ്. നെറ്റ് പ്രോഫിറ്റിൽ 0.9% ഇടിവാണ് രേഖപ്പെടുത്തിയത്. 168.6 കോടി രൂപയിലാണ് നെറ്റ് പ്രോഫിറ്റ് ഉള്ളത് ഇയർ ഓൺ ഇയറിൽ. റവന്യൂയിൽ 2.2% വർധനവ് രേഖപ്പെടുത്തി. 1317.4 കോടി രൂപയിലാണ് റവന്യൂ ഉള്ളത്. എബിറ്റയിൽ 1.07% ഇടിവും രേഖപ്പെടുത്തി. മാർജിനിൽ 50 ബേസിസ് പോയിന്റ്സിന്റെ ഒരു ഇടിവും ഉണ്ടായിരിക്കുന്നു. അടുത്തത് ഇന്ത്യ മാർട്ട് ഇന്റർമെഷ് എന്ന കമ്പനിയാണ്. നെറ്റ് പ്രോഫിറ്റിൽ 47.9% വർധനവ് രേഖപ്പെടുത്തി. 121 കോടി രൂപയിലാണ് നെറ്റ് പ്രോഫിറ്റ് ഉള്ളത്. റവന്യൂവിൽ 16.05% വർധനവ് രേഖപ്പെടുത്തി. 354.3 കോടി രൂപയിലാണ് റവന്യൂ ഉള്ളത്. എബിറ്റയിൽ 61.3% വർധനവ് രേഖപ്പെടുത്തി. മാർജിൻസും ഉയർന്നിരിക്കുകയാണ്. അടുത്തത് KEA ഇൻഡസ്ട്രീസ് ആണ്. നെറ്റ് പ്രോഫിറ്റിൽ 9.4% വർധനവ് രേഖപ്പെടുത്തി. 164.8 കോടി രൂപയിലാണ് ഇയർ ഓൺ ഇയറിൽ നെറ്റ് പ്രോഫിറ്റ് ഉള്ളത്. റവന്യൂവിൽ 19.8% വർധനവാണ് കമ്പനി രേഖപ്പെടുത്തിയത്. അടുത്ത ഒരു കമ്പനി തൻല പ്ലാറ്റ്ഫോം ആണ്. നെറ്റ് പ്രോഫിറ്റിൽ 15.4% ഇടിവാണ് വീണ്ടും കമ്പനി രേഖപ്പെടുത്തിയത്. 118.5 കോടി രൂപയിലാണ് പ്രോഫിറ്റ് ഉള്ളത്. റവന്യൂവിൽ 0.2% ഇടിവ് രേഖപ്പെടുത്തി. 1000 കോടി രൂപയിലാണ് റവന്യൂ ഉള്ളത്. അടുത്തത് PNB ഹൗസിംഗ് ഫിനാൻസ് ആണ്. നെറ്റ് പ്രോഫിറ്റിൽ 36% വർധനവാണ് കമ്പനി രേഖപ്പെടുത്തിയത്. 471.4 കോടി രൂപയിലാണ് പ്രോഫിറ്റ് ഉള്ളത്. റവന്യൂവിൽ 10% വർധനവ് രേഖപ്പെടുത്തി. 1922.8 കോടി രൂപയിലാണ് പ്രോഫിറ്റ് ഉള്ളത്. അടുത്തത് റെയിൽടെൽ എന്ന കമ്പനിയെ കുറിച്ചുള്ള ഒരു വാർത്തയാണ്. നോർത്ത് വെസ്റ്റേൺ റെയിൽവേയിൽ നിന്ന് 46.79 കോടി രൂപയുടെ പുതിയൊരു വർക്ക് ഓർഡർ കമ്പനിക്ക് ലഭിച്ചു. ഇന്ന് എക്സ് ഡിവിഡൻ ഡേറ്റ് വരുന്ന കമ്പനികൾ ഹാവൽസ് ഇന്ത്യ, ബസാലി എഞ്ചിനീയറിംഗ് പോളിമേഴ്സ്, ആൻസൺ ഇന്ത്യ എനർജി തുടങ്ങിയവയാണ്. ഇന്ന് റിസൾട്ട് വരുന്ന പ്രധാനപ്പെട്ട കമ്പനികൾ HDFC ബാങ്ക്, ഹിന്ദുസ്ഥാൻ യൂണിലിവർ, ഭാരത് പെട്രോളിയം കോർപ്പറേഷൻ, കോഫോർജ്, എലിക്കോൺ എഞ്ചിനീയറിംഗ്, ഗോ ഡിജിറ്റ് ജനറൽ ഇൻഷുറൻസ്, ഗ്രാവിറ്റ ഇന്ത്യ, ഹെറിറ്റേജ് ഫുഡ്സ്, ഹഡ്കോ, ലക്ഷ്മി ഓർഗാനിക് ഇൻഡസ്ട്രീസ്, നുവാക്കോ വിസ്താസ് കോർപ്പറേഷൻ, പെർസിസ്റ്റന്റ് സിസ്റ്റം, പിഡ്ലൈറ്റ് ഇൻഡസ്ട്രീസ്, പോളിക്യാബ് ഇന്ത്യ, ടാറ്റ കമ്മ്യൂണിക്കേഷൻസ്, ഉജ്ജാസ് എനർജി, സെൻസർ ടെക്നോളജീസ് തുടങ്ങിയവയാണ്. F&O സെഗ്മെന്റിൽ ഇന്ന് ബാനായ സ്റ്റോക്കുകൾ ഡിക്സൺ ടെക്നോളജീസ്, മഹാനഗർ ഗ്യാസ്, ആദിത്യ ബിർള ഫാഷൻ ആൻഡ് റീറ്റെയിൽ, ഏഞ്ചൽ വൺ, ബന്ധൻ ബാങ്ക്, കാൻഫിൻ ഹോംസ്, കല്യാൺ ജ്വല്ലേഴ്സ്, L&T ഫിനാൻസ്, മണപ്പുറം ഫിനാൻസ്, RBL ബാങ്ക് തുടങ്ങിയവയാണ്. ഇനി ഇപ്പോൾ നമ്മൾ ആരംഭിച്ച ഓപ്ഷൻ ബേസിക് കോഴ്സിന്റെ കാര്യത്തിലേക്ക് വരാം. ഓപ്ഷൻസ് ശരിക്കും നല്ലൊരു ടൂളാണ്. നമുക്ക് നല്ല രീതിയിൽ ഉപയോഗിക്കുകയാണെങ്കിൽ നല്ല പ്രോഫിറ്റ് ലഭിക്കാൻ സാധ്യതയുള്ള ഒരു ടൂൾ തന്നെയാണത്. പക്ഷേ ഓപ്ഷൻ ട്രേഡിങ്ങിനെ കുറിച്ച് കൃത്യമായി ധാരണ ഇല്ലാത്തത് കൊണ്ട് തന്നെ 90% ട്രേഡേഴ്സും നഷ്ടത്തിലാണ് എന്ന് സെബിയുടെ കണക്കുകൾ പറയുന്നു. അതുകൊണ്ട് തന്നെ ഓപ്ഷൻസിനെ കുറിച്ച് കൂടുതൽ അതിൻ്റെ ബേസിക് മുതലുള്ള കാര്യങ്ങൾ പഠിച്ച് ട്രേഡ് ചെയ്യാനുള്ള ഒരു അവസരം നമ്മളിവിടെ നൽകുകയാണ്. വെറും 4 ക്ലാസ്സുകൾ കൊണ്ട് തന്നെ നിങ്ങൾക്ക് ഓപ്ഷൻസിനെ കുറിച്ച് നല്ല ധാരണ ഉണ്ടാക്കാൻ കഴിയും. ക്ലാസ്സിൽ ജോയിൻ ചെയ്യുന്നതിനായിട്ട് മുകളിൽ കൊടുത്ത വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് അയച്ച് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ്. 2000 രൂപയാണ് ഫീസായിട്ട് വരുന്നത്. അടുത്തതായി FIDA ആക്ടിവിറ്റിയിലേക്കാണ്. FIS ഇന്നലെയും വലിയ സെല്ലിംഗ് തന്നെയാണ് നടത്തിയത്. 5920 കോടി രൂപയ്ക്ക് സെല്ല് ചെയ്തു. DIS ആവട്ടെ 3500 കോടി രൂപയ്ക്ക് ബൈ ചെയ്തു. മാർക്കറ്റിനെ പിടിച്ചു നിർത്താൻ ശ്രമിച്ചെങ്കിലും വലിയ ഇടിവിലേക്ക് തന്നെയാണ് ഇന്നലെ മാർക്കറ്റ് പോയത്. ഇന്നലത്തെ പ്രീ മാർക്കറ്റ് വീഡിയോ കണ്ടവർക്കറിയാം, FIDA ആക്ടിവിറ്റി സെഗ്മെന്റിൽ നമ്മൾ പറഞ്ഞതാണ്. കുറച്ച് ചെറിയ പോസിറ്റിവിറ്റിയൊക്കെ മാർക്കറ്റിൽ കാണുന്നുണ്ടെങ്കിലും FISന്റെ വലിയ സെല്ലിംഗ് മാർക്കറ്റിനെ സംബന്ധിച്ച് വലിയ പ്രശ്നം തന്നെയാണ് എന്ന് പറഞ്ഞിരുന്നു. അതുപോലെ തന്നെയാണ് ഇന്നലെ മാർക്കറ്റിൽ ഉണ്ടായ ആ ഒരു ക്രാഷ്. അടുത്തതായി ഏഷ്യൻ മാർക്കറ്റുകളിലേക്ക്. ഇപ്പോൾ ഓപ്പൺ ചെയ്തിരിക്കുന്ന ഏഷ്യൻ മാർക്കറ്റുകൾ പോസിറ്റീവിൽ തന്നെയാണ്. ജപ്പാൻ മാർക്കറ്റ് നിക്കി ഇപ്പോൾ ഉള്ളത് 1.53% നേട്ടത്തിലാണ്. സിംഗപ്പൂർ മാർക്കറ്റ് 0.25% നേട്ടത്തിൽ. തായ്വാൻ മാർക്കറ്റ് 1% മുകളിൽ നേട്ടത്തിൽ. കോസ്പി മാർക്കറ്റ് 0.73% നേട്ടത്തിലും ട്രേഡ് ചെയ്യുന്നു. ഗിഫ്റ്റ് നിഫ്റ്റി ഇപ്പോൾ ട്രേഡ് ചെയ്യുന്നത് 23,151 എന്ന നിലയിലാണ്. അതായത് ഇന്ന് നമ്മുടെ മാർക്കറ്റിൽ നിഫ്റ്റിയിൽ ഏകദേശം 50 പോയിന്റ്സിന്റെ ഒരു ഗ്യാപ്പ് അപ്പ് ഓപ്പണിങ്ങിനാണ് ഇപ്പോഴത്തെ ഈ ഒരു നില വെച്ച് സാധ്യതയുള്ളത്. ഓയിൽ പ്രൈസുകളിലേക്ക്. ആഭ്യന്തര ഊർജ്ജ ഉൽപ്പാദനം വർദ്ധിപ്പിക്കുമെന്ന് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പറഞ്ഞതോടെ ഓയിൽ പ്രൈസുകൾ ഇന്നലെ 2% ഇടിയുകയുണ്ടായി. ബ്രണ്ട് ഫ്യൂച്ചേഴ്സ് ഇപ്പോൾ ട്രേഡ് ചെയ്യുന്നത് $79.26 പെർ ബാരൽ എന്ന നിലയിൽ 0.11% ഇടിവിലാണ്. WTI ഉള്ളത് $75.77 പെർ ബാരൽ എന്ന നിലയിൽ 0.05% ഇടിവിൽ ട്രേഡ് ചെയ്യുന്നു. ഇന്ന് നിഫ്റ്റിയിലും ബാങ്ക് നിഫ്റ്റിയിലും നമ്മൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കുറച്ച് കാര്യങ്ങളിലേക്കാണ്. നിഫ്റ്റിയിലേക്ക് 23,045-ൽ 300 പോയിന്റ്സിനടുത്ത് ഇടിഞ്ഞാണ് നിഫ്റ്റി ഇന്നലെ ക്ലോസ് ചെയ്യുന്നത്. ഒരു ഹൈ വോളറ്റൈൽ ആയ സെഷനായിരുന്നു ഇന്നലെ കാണാൻ സാധിച്ചത്. തുടക്കത്തിൽ 23,426 എന്ന ഹൈ ടച്ച് ചെയ്ത നിഫ്റ്റി
പിന്നീട് ഉച്ചയ്ക്ക് ശേഷം 22,976 എന്ന ലോയും ടച്ച് ചെയ്യുകയുണ്ടായി. തിങ്കളാഴ്ച വൈകുന്നേരം വരെ നമുക്ക് പ്രതീക്ഷയുണ്ടായിരുന്നത് നമ്മുടെ സോണിനുള്ളിൽ തന്നെയാണ് നിഫ്റ്റി ട്രേഡ് ചെയ്യുന്നു എന്നത് തന്നെയായിരുന്നു. എന്നാൽ ഇന്നലെ നമ്മുടെ സോണും വിട്ട് ജനുവരി 13-ാം തീയതിയിലെ, അതായത് കഴിഞ്ഞ തിങ്കളാഴ്ചയിലെ ലോ ആയിട്ടുള്ള 23,044 ബ്രേക്ക് ചെയ്യുകയുണ്ടായി. ബിയറിഷ്നെസ് തന്നെയാണ് ഇതെല്ലാം സൂചിപ്പിക്കുന്നത്. ഇനി ഡൗൺ സൈഡിൽ പ്രധാനപ്പെട്ടതായിട്ടുള്ള ഒരു സോൺ എന്ന് പറയുന്നത് 22,530 മുതൽ 22,780 വരെയുള്ള സോണാണ്. ഇന്നലത്തെ ചെറിയൊരു പ്രതീക്ഷ നൽകുന്ന കാര്യം 23,000-ന് മുകളിലായിട്ട് ക്ലോസ് ചെയ്തു എന്നത് മാത്രമാണ്. ഇനി നമ്മൾ നോക്കേണ്ട മറ്റൊരു കാര്യമുള്ളത്, കഴിഞ്ഞ 6 ദിവസത്തെ ക്യാൻഡിലിനെ എൻഗൾഫ് ചെയ്യുന്ന ഒരു ക്യാൻഡിലായിരുന്നു. അതും അത്രയും സ്ട്രോങ് ആയിട്ടുള്ള ഒരു ബിയറിഷ് ക്യാൻഡിലായിരുന്നു ഇന്നലെ നിഫ്റ്റിയിൽ ഫോം ആയത്. അതുകൊണ്ട് സെല്ലിംഗ് പ്രഷർ തന്നെയാണ് ഈ ക്യാൻഡിൽ സൂചിപ്പിക്കുന്നത്. അടുത്തതായി മാക്സിമം ഓപ്പൺ ഇൻട്രസ്റ്റ് രേഖപ്പെടുത്തിയ കോൾ സൈഡിലെയും പുട്ട് സൈഡിലെയും സ്ട്രൈക്കുകളിലേക്കാണ്. കോൾ സൈഡിൽ കൂടുതൽ ഓപ്പൺ ഇൻട്രസ്റ്റ് രേഖപ്പെടുത്തിയിരിക്കുന്ന ആദ്യത്തെ സ്ട്രൈക്ക് 24,000 അതിനുശേഷം 23,500 സ്ട്രൈക്കിലും 23,400 സ്ട്രൈക്കിലുമാണ്. പുട്ട് സൈഡിൽ കൂടുതൽ ഓപ്പൺ ഇൻട്രസ്റ്റ് രേഖപ്പെടുത്തിയിരിക്കുന്ന ആദ്യത്തെ സ്ട്രൈക്ക് 22,000, അതിനുശേഷം 22,500 സ്ട്രൈക്ക്, അതിനുശേഷം 23,000 സ്ട്രൈക്കിലുമാണ്. ഓപ്പൺ ഇൻട്രസ്റ്റ് ഡാറ്റ പ്രകാരം ഒരു റെസിസ്റ്റൻസ് ആവാൻ സാധ്യതയുള്ളത് 23,400-ഉം സപ്പോർട്ട് ആവാൻ സാധ്യതയുള്ളത് 23,000-ഉമാണ്. അടുത്തതായി മാക്സിമം ഓപ്പൺ ഇൻട്രസ്റ്റ് രേഖപ്പെടുത്തിയ കോൾ സൈഡിലെയും പുട്ട് സൈഡിലെയും സ്ട്രൈക്കുകളിലേക്കാണ്. 23,050 സ്ട്രൈക്കിൽ 6% ഇടിവാണ് പുട്ട് സൈഡിൽ കാണുന്നത്. ലോങ് അൺവൈൻഡിങ് ആണ്. അടുത്തതായി കോൾ സൈഡിൽ 517% വർധനവ് കാണാം. ഒരു ഷോർട്ട് ബിൽഡപ്പ് ആണത്. 23,000 സ്ട്രൈക്കിൽ 24% ഇടിവാണ് പുട്ട് സൈഡിൽ കാണുന്നത്. ലോങ് അൺവൈൻഡിങ് ആണ്. എന്നാൽ കോൾ സൈഡിൽ 352% ഒരു വർധനവ് കാണാം. ഷോർട്ട് ബിൽഡപ്പ് ആണ് ആ സ്ട്രൈക്കിൽ കാണുന്നത്. 23,100 സ്ട്രൈക്കിൽ 31% ഇടിവാണ് ഉള്ളത്. ഒരു ലോങ് അൺവൈൻഡിങ് തന്നെ. എന്നാൽ കോൾ സൈഡിൽ 352% തന്നെ വർധനവ്, ഒരു ഷോർട്ട് ബിൽഡപ്പും കാണാം. ഈ 3 സ്ട്രൈക്കുകളും കമ്പയർ ചെയ്യുമ്പോൾ മാർക്കറ്റിനെ താഴേക്ക് കൊണ്ടുപോകാൻ കഴിവുള്ള കോൾ സെല്ലേഴ്സ് തന്നെയാണ് നല്ല ശക്തിയോടെ ഉള്ളത് എന്ന് കാണാം. ഇന്നലെ നിഫ്റ്റിയേക്കാൾ കുറച്ചുകൂടി ബിയറിഷ് ആയിരുന്നത് ബാങ്ക് നിഫ്റ്റി തന്നെയായിരുന്നു. 48,619-ൽ 1.48% ഇടിഞ്ഞാണ് ക്ലോസ് ചെയ്യുന്നത്. ഇന്നലെ ബാങ്ക് നിഫ്റ്റിയുടെ ആ ഒരു ഡെയിലി ക്യാൻഡിൽ നോക്കുകയാണെങ്കിൽ ഒരു ബിയറിഷ് മൊറബസു ഓപ്പൺ കാൻഡിൽ സ്റ്റിക് പാറ്റേണിന് സമാനമായ ഒരു ക്യാൻഡിലാണ് ഫോം ആയിരിക്കുന്നത്. അടുത്തതായി ഡൗൺ സൈഡിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കുറച്ച് ലെവലുകൾ നോക്കാം. ആദ്യം 28,287, അതിനുശേഷം 27,439 ശ്രദ്ധിക്കേണ്ടതാണ്. അപ്സൈഡിലേക്ക് വന്നാൽ 49,000-ഉം അതിനുശേഷം 49,650-ഉം ശ്രദ്ധിക്കുക. ഇന്ത്യ വിക്സിലേക്ക് 17.06-ൽ 3.90% ഉയർന്നാണ് ഇന്ത്യ വിക്സ് ക്ലോസ് ചെയ്യുന്നത്. ഇന്ത്യ വിക്സ് ഇത് തുടർച്ചയായ 4ാമത്തെ ദിവസമാണ് പോസിറ്റീവിൽ ക്ലോസ് ചെയ്യുന്നത്. ഇന്ന് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കുറച്ച് വാർത്തകൾ ഏറ്റവും ഓതറൈസ്ഡ് ആയിട്ടുള്ള സൈറ്റുകളായ മണി കൺട്രോൾ, മിന്റ്, റോയിറ്റേഴ്സ്, CNBC, ഫിനാൻഷ്യൽ എക്സ്പ്രസ് തുടങ്ങിയ മാധ്യമങ്ങളിൽ നിന്നാണ് എടുത്തിരിക്കുന്നത്. മറ്റുള്ള ഇവിടെ പറഞ്ഞ എല്ലാ കാര്യങ്ങളും നമ്മുടെ വ്യൂസ് ആണ്, ഒരിക്കലും അത് റെക്കമെൻഡേഷൻ അല്ല. നിങ്ങളുടെ എഡ്യൂക്കേഷൻ പർപ്പസിന് വേണ്ടിയാണ് ഈ കാര്യങ്ങൾ ഇവിടെ ഷെയർ ചെയ്യുന്നത്. ഇനി ആർക്കെങ്കിലും ഡിമാറ്റ് അക്കൗണ്ട് ഓപ്പൺ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നമ്മൾ അതിൻ്റെ ലിങ്ക് നൽകിയിട്ടുണ്ട്. നിങ്ങൾക്ക് ആ ലിങ്ക് ഉപയോഗിച്ച് ഒരു ഡിമാറ്റ് അക്കൗണ്ട് ഓപ്പൺ ചെയ്യാവുന്നതാണ്. ഇന്നത്തെ ഈ വീഡിയോ ഇവിടെ പൂർത്തിയാവുന്നു. ഏവർക്കും നന്ദി.